വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നുള്ള വിഷയത്തിന് ആസ്പദമായി നമുക്ക് വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ച് ജസ്റ്റ് ആരംഭിച്ചതേ ഉള്ളൂ. നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനബോധമായി പരിശ്രമിക്കുക. അതിൻ്റെ ഇംഗ്ലീഷ് ആരെങ്കിലും ഒരു ഫസ്റ്റ് വേഴ്സ് മാത്രം ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 6-ന്റെ 1-ാമത്തെ വാക്യം ഹീബ്രു. Let us press on to maturity. Let us press on to maturity. ഇവിടെ മലയാളത്തിൽ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് let us go on to perfection, let us go on to maturity or taken forward to maturity എന്നുള്ളതായ അർത്ഥത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചപ്പോൾ ആത്മീയമായ പക്വത എന്ന് പറയുന്നത് അത് വളർച്ചയുടെ ഒരു പൂർണ്ണതയല്ല. നമുക്കാർക്കും തന്നെ ആത്മീയമായി വളർന്ന് പൂർണ്ണതയിലെത്തുവാനായിട്ട് കഴിയുകയില്ല. അത് പരമാർത്ഥമായ കാര്യമാണ്. നമ്മുടെ വളർച്ചയുടെ അളവുകോൽ അഥവാ നാം എവിടം വരെ വളരണം എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിനോളം നാം വളരുവാനായിട്ട് നാം ആഗ്രഹിക്കണം. ആ പൊസിഷനിൽ ആ ലെവൽ വരെ നമുക്ക് വളരാനായിട്ട് കഴിയും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ആത്മീയമായ പക്വത എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം പൂർണ്ണമായ വളർച്ചയിലെത്തി പക്വതയിലേക്ക് എത്തുന്നതായ ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്കങ്ങനെ പൂർണ്ണമായ വളർച്ചയിലെത്തി പൂർണ്ണമായ പക്വതയിലെത്തുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ ഒരു വൃക്ഷം, അത് പ്ലാവാകട്ടെ മാവാകട്ടെ തെങ്ങാകട്ടെ എന്തു തന്നെ ആയാലും നാം നട്ടാൽ അത് വളർന്ന് എത്രത്തോളം വലുതാകുന്നുവോ, എത്രത്തോളം വണ്ണം വെക്കുന്നുവോ, എത്രത്തോളം അത് ഉയരം വെക്കുന്നുവോ, എത്രത്തോളം ശാഖകൾ വിടർത്തുന്നുവോ എന്നുള്ളതല്ല അതിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ പക്വതയുടെ അളവ് നിശ്ചയിക്കുന്നത്. അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിച്ചത്? ഒരു മാവ് വളർന്ന് എത്രമാത്രം പടർന്ന് പന്തലിച്ചാലും എത്രമാത്രം വണ്ണമുള്ളതായി തീർന്നാലും ഒരിക്കലും ആ മാവ് ഫലം കായ്ക്കാത്തിടത്തോളം അത് പക്വതയിലെത്തിയെന്ന് നമുക്ക് സമർത്ഥിക്കാനായിട്ട് കഴിയുകയില്ല. എന്നതുപോലെ നാം ആത്മീകമായി എത്രമാത്രം പഠിച്ച് വലുതായാലും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് വാസ്തവത്തിൽ ശരിയായ നിലയിലുള്ളതായ പക്വതയിലെത്തി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ നാം വളർച്ചയിലെത്തി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇവിടെ ഈ എബ്രായ ലേഖനകാരൻ പറയുകയാണ്, നാം ആ ആദ്യ പാഠങ്ങൾ, ആദ്യത്തെ അടിസ്ഥാനങ്ങൾ പിന്നെയും തുടരാതെ നാം പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. പ്രസ് ഓൺ ടു മച്യൂരിറ്റി, ഗോ ഫോർവേഡ് ടു മെച്യൂരിറ്റി. ആ പക്വതയിലേക്ക് മുന്നോട്ട് കുതിക്കുക, മുന്നോട്ട് പുരോഗമിക്കുക എന്നുള്ളതായ ഒരു ആഹ്വാനമാണ് അവിടെ നൽകുന്നത്. അതിന് സപ്പോർട്ടീവായിട്ട് നാം ചിന്തിച്ചത് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ സംസാരിച്ചതായ ഭാഗം എടുത്തുകൊണ്ടായിരുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിലാണ് നാം അത് വായിക്കുന്നത്. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് the last verses, 48 നമുക്ക് വായിക്കാം. അവിടെയും കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ therefore you are to be perfect as your heavenly father is perfect. അപ്പം സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലേ? പിന്നെ എന്തിനാ കർത്താവ് അതങ്ങനെ പറഞ്ഞത്?
നടക്കാൻ വയ്യാത്തൊരു കാര്യം കർത്താവ് അങ്ങനെ പറയുമോ? ഒരിക്കലും പറയുകയില്ല. സൽഗുണ സമ്പന്നനായ സ്വർഗീയ പിതാവിനോട്, അല്ലെങ്കിൽ ആ സ്വർഗീയ പിതാവിനെ പോലെ നാമും സൽഗുണ സമ്പൂർണരാകുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവ് അത് അങ്ങനെ പറഞ്ഞത് എന്ന് അതിന് തൊട്ടുമുകളിലുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ കർത്താവ് ന്യായപ്രമാണവും കൃപയും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്നതായ ആ ജീവിതവും സംബന്ധിച്ചുള്ളതായ താരതമ്യ പഠനമാണ് അവിടെ നടത്തുന്നത്. കർത്താവ് അതാണ് പറയുന്നത്. അതിൽ പറയുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ആ സ്നേഹത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിശദീകരണമാണ് കർത്താവ് നൽകുന്നത്. അപ്പോൾ വാസ്തവമായി സൽഗുണ സമ്പൂർണരാകുക എന്ന് പറഞ്ഞാൽ നാം സ്നേഹത്തിൽ തികഞ്ഞവരായി തീരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സൽഗുണ സ്വഭാവങ്ങൾ നമുക്കറിയാം. ദൈവത്തിന് നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അപ്പോൾ തന്നെ ദൈവത്തിന് മോറൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദൈവത്തിൻ്റെ മോറൽ ആട്രിബ്യൂട്ട്സ് ആണ് ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവം കൃപയുള്ളവനാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ മോറൽ ആട്രിബ്യൂട്ട്സ് ആണ്. എന്നാൽ ദൈവത്തിൻ്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും ആ സൽഗുണപൂർത്തിയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ധാർമ്മികമായ ഗുണലക്ഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് പകർത്തുവാനും അത് വളർത്തിയെടുക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സാധ്യമാണ് എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കുകയും അവരോട് പോലും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിച്ചപ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. അങ്ങനെ ആ നല്ല സ്നേഹത്തിൻ്റെ പ്രകടനം നമ്മുടെ കർത്താവ് തന്നെ മാതൃകയാക്കി കാണിച്ചിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കളായ നമ്മെ സംബന്ധിച്ചും നമ്മുടെയും ജീവിതത്തിൽ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ ഗുണവിശേഷം വെച്ച് പുലർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നാം സ്നേഹത്തിൽ തികഞ്ഞവരായി തീരുക എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. ഒരാൾ ആത്മീയമായ പക്വതയിൽ എത്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് നന്നായി പാട്ട് പാടാൻ അറിയാം, അയാൾക്ക് മീറ്റിംഗ് നന്നായിട്ട് ലീഡ് ചെയ്യാൻ അറിയാം, നന്നായിട്ട് വചന ശുശ്രൂഷ ചെയ്യാനായിട്ടറിയാം, അതുപോലെ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം, മറ്റ് പല ഓർഗനൈസിങ് ചെയ്യാനുള്ളതായ കഴിവുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കി ഒരാൾ ആത്മീയമായി പക്വതയുള്ള ആളാണെന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് വചനത്തിൽ യാതൊരു സ്റ്റാൻഡേർഡുമില്ല. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? നമുക്ക് എത്രമാത്രം ആത്മീക വരങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾ ആത്മീയമായ പക്വതയിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയില്ല. അത് നാം ഒന്നാമതായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ട് നാം സഭയിൽ ചെയ്തു വരുന്ന ശുശ്രൂഷകളോ നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന കൃപാവരങ്ങളോ നാം ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നാം അത് ചെയ്യണം. നാം അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആത്മീയമായ പക്വതയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടൊരു മുഖാന്തരമായി തീരും. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾ എന്താകുന്നില്ല, ആത്മീയമായി പക്വതയുള്ളവരായി തീരുന്നില്ല. അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയതായ ഒരു വിശ്വാസി, അല്ലെങ്കിൽ ആത്മീയമായി വളർച്ചയിലെത്തിയതായ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് അവൻ വാസ്തവത്തിൽ ഒരു പക്വതയുള്ള ഒരു വിശ്വാസിയായി തീരുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22. നമുക്കൊന്ന് എടുക്കാം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറയാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22.
ആ നിങ്ങൾ വായിച്ചത് കേട്ടോ, സഹോദരി വായിച്ചത്? ആത്മാവിന്റെ ഫലം, ഒരു ഫലമാണ് അല്ലേ? ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട്. ആത്മാവിന്റെ ഫലം 9 രസങ്ങൾ അടങ്ങിയ ഒരു ഫലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ച സ്നേഹം എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ ആരംഭിക്കുന്നതായ ആ ഫലം ബാക്കി 8 ഫലങ്ങൾ അതിനെ തുടർന്ന് വരികയാണ്. ആ ഫലങ്ങൾ ഉള്ളതായ ഒരു പക്വത വന്ന ഒരു ജീവിതമാണ് ഒരു വളർച്ച പ്രാപിച്ച വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആത്മീയ പക്വതയുടെ അളവ് എന്തല്ല, ആത്മവരങ്ങൾ ഉപയോഗിക്കുന്നതോ ശുശ്രൂഷകൾ ചെയ്യുന്നതോ അല്ല, മറിച്ച് ആത്മീയമായ ഫലം ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് ഒരുവിന് കഴിയുന്നുണ്ട് എന്ന് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കൊട്ടേഷൻ വായിക്കുകയുണ്ടായി. ഒരാൾ ആത്മീയമായി പക്വത പ്രാപിച്ചു എന്നുള്ളത് അയാൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് എത്രത്തോളം ഉയരത്തിലേക്ക് ചാടുന്നു എന്നുള്ളതല്ല, മറിച്ച് അവൻ എത്രത്തോളം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വായിക്കുകയുണ്ടായി. വാട്സാപ്പിൽ വന്ന ഒരു കൊട്ടേഷനാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഈ ഭാഗത്തോട് ബന്ധപ്പെട്ട് എനിക്കത് കുറച്ചുകൂടെ സന്തോഷമായിട്ട് തോന്നി. അപ്പം നമ്മൾ എത്രമാത്രം എരിവോടെ ഉത്സാഹത്തോടുകൂടെ നാം ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് അല്ല യഥാർത്ഥത്തിൽ ആത്മീയമായ പക്വതയുടെ അളവ്, മറിച്ച് ആത്മഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതായിരിക്കട്ടെ. അപ്പോൾ ഇത് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുന്നത് കൃപയുടെ ഫലമാണ്. ഒരു കാലത്ത് നാം സ്നേഹമെന്തെന്ന് അറിയാത്തവരായിരുന്നു. എന്നാൽ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയത് മുഖാന്തരം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നിരിക്കുന്നു എന്നാണ് നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ സ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളുടെ ശത്രുക്കളോട് നമുക്ക് സ്നേഹമായിട്ട് ഇടപെടാനും ഇടയായിത്തീരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ, ആ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മക്കളെയും ഗ്രഹാം സ്റ്റെയിൻസിനെയും ചുട്ടുകരിച്ചതായ സാഹചര്യത്തിൽ ആ സിസ്റ്റർ ഗ്ലാഡീസ് പൊതുലോകത്തോട് പറഞ്ഞതായ ആ കാര്യം. അവരെ 3 പേരെയും നിർദ്ദയമായി കൊന്നുവെങ്കിലും അവരോട് ക്ഷമിക്കുവാൻ, അവരോട് ആ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അവരുടെ ജീവിതത്തിൽ പച്ചയായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതയായി നിറഞ്ഞു കവിഞ്ഞ ആ സ്നേഹത്തിൻ്റെ ഫലം ആ സഹോദരി പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും നാം നേരിടുന്ന ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ജോലി രംഗങ്ങളിൽ നമുക്ക് പാര വെക്കുന്നവരുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്, നമ്മുടെ സഭയിൽ നമുക്ക് എതിരായി സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ അവരോടൊക്കെയും നമുക്ക് ആ സ്നേഹത്തോടെ പെരുമാറുവാൻ, അവരോട് സ്നേഹത്തിൻ്റെ ആ നിറവിൽ നമുക്ക് ജീവിതം കാഴ്ചവെക്കുവാൻ ഇടയാകുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഫലം അത് പ്രകടിപ്പിക്കുന്നതിലൂടെയാണ്. ആത്മഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ദൈവാത്മാവിൻ്റെ സഹായത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നാം ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസിന് വേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ആത്മീയമായ നിറവിൻ്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, സ്നേഹത്തിൽ തികഞ്ഞവരായിരിക്കുക, സ്നേഹത്തിൽ പൂർണ്ണമായി നാം വളരുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കൃപാഗുണങ്ങളിൽ സ്നേഹം തുടങ്ങി താഴോട്ടുള്ളതായിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലേ? അപ്പോൾ സ്നേഹമാണ് ആത്മീക പരിപൂർണതയുടെ അളവുകോലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്താ വരുന്നത്? സന്തോഷം ആണ് അടുത്ത ഫലം. ആ ഫലത്തിലെ അടുത്ത കാര്യം സ്നേഹം കഴിഞ്ഞു, പിന്നെ സന്തോഷം. നമ്മൾ വാസ്തവത്തിൽ ചിന്തിക്കുക, എന്താണ് സന്തോഷം? സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷയ്ക്ക് ജയിച്ചു, ഭയങ്കര സന്തോഷം അല്ലേ? ഇൻക്രിമെൻ്റ് കിട്ടി, വലിയൊരു സന്തോഷം. വണ്ടി വാങ്ങിച്ചു, വലിയ സന്തോഷം. ഒരു വീട് വാങ്ങിച്ചു, വലിയ, അങ്ങനെയാണോ? ആണോ? അതിന് സന്തോഷം എന്ന് പറയാൻ പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? എന്താണ് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം? ആനന്ദം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ചെലവുള്ളതാണ്, താൽക്കാലികമാണ്. ഇപ്പോൾ ഒരു ഐസ്ക്രീം തിന്നാൽ നമുക്കൊരു ആനന്ദമാണ് അല്ലേ? അല്ലേ? എന്നാൽ പാവയ്ക്ക തിന്നാലോ
ഇല്ല. നമുക്ക് ഈ ആനന്ദമെന്ന് പറയുന്നത് താൽക്കാലികമാണ്, ചിലവുള്ളതാണ്, അത് നൈമിഷികമാണ്. എന്നാൽ സന്തോഷമെന്ന് പറയുന്നത് അത് സ്ഥായിയായതാണ്, നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം ഉണ്ടായത്. എന്തുകൊണ്ടാണ്? ജയിലിൽ എങ്ങനെ സന്തോഷം ഉണ്ടാകുക, അല്ലേ? ജയിലിൽ നിന്ന് എങ്ങനെയാണ് സന്തോഷിപ്പിനെന്ന് എഴുതുക? അപ്പോൾ അത് ആത്മാവിൻ്റെ ഫലമാണ്. വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനേക ആനന്ദത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നാം കർത്താവിൽ സന്തോഷിക്കുകയാണ്. അവിടെ പൗലോസ് എഴുതുമ്പോൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിലാണ് സന്തോഷം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് അവന് എന്നാ രോഗം വന്നാലും, എന്ത് ആപത്ത് വന്നാലും, എന്ത് നഷ്ടം വന്നാലും, ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും അതെല്ലാം അവന് സന്തോഷമായിട്ട് മാറ്റുവാനായിട്ട് കഴിയും. കാരണം അവൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ടോ? നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വഴിയിൽ അപകടമുണ്ടായി, അല്ലെങ്കിൽ തടസ്സമുണ്ടായി, നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി, നമുക്ക് സങ്കടമുണ്ട്, ശരിയാണ്. പക്ഷേ അതിൽ ആ സന്ദർഭത്തിൽ പോലും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും, ദൈവമേ ഇത് ദൈവത്തിൻ്റെ അറിവോടുകൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എന്നുള്ളതായ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനും ഇടയായാൽ അതാണ് യഥാർത്ഥത്തിലുള്ളതായ സന്തോഷം. അത് സാഹചര്യങ്ങൾക്ക് അതീതമാണ്. മൂന്നാമത് കാണുന്നത് സന്തോഷം കഴിഞ്ഞാൽ അടുത്തത് സമാധാനം. സമാധാനം നമുക്ക് തന്നതാണ്, അല്ലേ? കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമ്മൾക്ക് ദൈവവുമായിട്ടൊരു സമാധാനം, ഉടമ്പടി ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നവരാണ്. നമുക്കൊരു പ്രയാസം ഉണ്ടായാലും ഉടനെ നാം എടുത്തു കയറി കയറെടുത്ത് ചാവുകയല്ല, അല്ലേ? നമുക്ക് ആശ്രയമുള്ളതായ ആ അത്താണിയായ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നമ്മുടെ വിഷയങ്ങൾ പറയുകയാണ്. നാം ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രയാസങ്ങളുടെ മുമ്പിൽ നാം കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എന്താ പറയുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നാം പൊടുന്നനവേ പെട്ടെന്ന് നമുക്ക് വലിയൊരു മാരകമായ രോഗത്തിന് അടിമയായി തീരുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനം അനുഭവിക്കുന്നത് നമ്മുടെ ആത്മാവിൽ നാം അനുഭവിക്കുന്നതായ ആത്മഫലത്തിൻ്റെ പ്രകടനമാണ്. അത് നമുക്കുണ്ടോ? മാത്രമല്ല, നമ്മൾ സമാധാനം അനുഭവിക്കുന്നവരാണെങ്കിൽ എന്തായിരിക്കണം? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാം ഒരു തലവാനിയാകാൻ പാടില്ല. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നാം ആയിരിക്കുന്ന സഭയിൽ നാം മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നവരായി സംസാരിക്കാനോ പെരുമാറുവാനോ പാടില്ല. സമാധാന കാംക്ഷികളായിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാണല്ലോ നാം മത്തായി 5 വായിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ ആത്മഫലത്തിലെ മൂന്നാമത്തെ കാര്യമാണ് സമാധാനം. പിന്നെ ദീർഘക്ഷമ. പലപ്പോഴും നമ്മൾ ദീർഘക്ഷമ എന്ന് പറയുന്ന അതിന് പേര് തന്നെ ദീർഘക്ഷമ എന്ന് അപ്പച്ചന്മാരൊക്കെ പറയുന്നത്, അല്ലേ? ദീർഘക്ഷമ. കുറച്ച് വെയിറ്റ് ചെയ്യണം, ക്ഷമിക്കണം അങ്ങോട്ട്, അല്ലേ? നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന അമ്മമാർ, അവരെയൊക്കെ സഹിക്കേണ്ടത്, അല്ലേ? അവരെയൊക്കെ അപ്പന്മാരായ നമ്മളും സഹിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുക, അവരുടെ കുസൃതി, അവരുടെ നിർബന്ധം, അവരുടെ ശാഠ്യം, അവരുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി എത്രയോ ക്ഷമയോടുകൂടിയാണ് നമ്മളവരെ കരുതുന്നത്, നമ്മളവരെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷമ പഠിക്കുക, അല്ലേ? അങ്ങനെയാണ് ചിലരൊക്കെ ക്ഷമ പഠിക്കും. ക്ഷമ പഠിക്കാത്തവർ ക്ഷമ പഠിക്കുന്നത് മക്കളെ വളർത്തിയാണ്. അപ്പോൾ അങ്ങനെ ആ ദീർഘക്ഷമയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. പക്ഷേ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വരും, നമ്മളങ്ങ് അസ്വസ്ഥരാകും, അല്ലേ? നമ്മളങ്ങ് ഡിസ്ട്രെസ് ആകും, നമ്മളാകെ ടെൻസ്ഡ് ആകും, നമ്മളാകെ അങ്ങ് കുളവാക്കും എന്ന് പറയും. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളാകെ അങ്ങോട്ട് എല്ലാവരെയും അങ്ങോട്ട് അറ്റൻഷൻ നമ്മൾ എടുക്കും. അങ്ങനെയാണോ? നമുക്ക് കുറച്ച് ശാന്തത, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, വഹിക്കുവാൻ, അത് ആത്മാവിൻ്റെ ഫലമാണ്. നമുക്കിതൊന്നും നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഫലമൊന്നും നമ്മളിലില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ശരണപ്പെടണം. കർത്താവേ, എനിക്ക് കൃപ തരണം. അങ്ങനെയാണ് നാം ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകുന്നത്. പിന്നീട് നാം കാണുന്നത് ദയ. മറ്റുള്ളവരോട് ആർദ്രതയുള്ളവരായി, മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കുന്നവരായി, മറ്റുള്ളവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ, അറിയുമ്പോൾ അതിനെക്കുറിച്ചൊരു മനസ്സ്,
ഒരാളെ സഹായിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് ഒരംശം അതിന് കൊടുക്കണം, അല്ലെങ്കിൽ ആളെ സഹായിക്കണം. ഒരാൾക്കൊരു വണ്ടിയില്ല പോകാൻ, അദ്ദേഹത്തിന് ഒരു ലിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് മറ്റുള്ളവരോട് ദയയോട് ഇടപെടാനായിട്ട് കഴിയും. അത് നമ്മുടെ സഭാതലത്തിൽ മാത്രമല്ല, നമ്മുടെ ജോലി രംഗങ്ങളിൽ നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് അത് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയും. അത് ആത്മാവിൻ്റെ ഫലത്തിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത്, ഞാനൊരു പരോപകാരിയാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ ഈ മരണസമയത്ത് പറയാറുണ്ട്, ആ ആളൊരു പരോപകാരിയായിരുന്നു, പുള്ളി മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്കറിയാം. നമ്മൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പരോപകാരം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരും. അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന പരോപകാരികളായ ആളുകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ആത്മാവിൻ്റെ ആ ഫലത്തിൽ ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, ഗുണം ചെയ്യാൻ, ഉപകാരം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എപ്പോഴാണ്? നാം ആ ആത്മാവിൻ്റെ നിറവിൽ ആത്മഫലം പുറപ്പെടുവിക്കുമ്പോഴാണ്. പിന്നെ അടുത്തത് വിശ്വസ്തത. ആർ വി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ആൻഡ് ഓൾസോ ടു മാൻ? അതാണ് നാം ചിന്തിക്കേണ്ടത്. നാം വാസ്തവത്തിൽ ദൈവത്തോട് വിശ്വസ്തരായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് വിശ്വസ്തത ഉണ്ടാകാനായിട്ട് കഴിയും. നമുക്ക് മറ്റുള്ളവരുടെ വിശ്വസ്തത കാണിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തരല്ല. നാം എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, എന്തെല്ലാം ഉടമ്പടികൾ ദൈവം മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ നാം പൊട്ടിച്ച് നമ്മുടെ സൗകര്യത്തിന് നാം അതെല്ലാം മാറ്റിക്കളഞ്ഞു. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ അനേക കാര്യങ്ങൾ നാം അവിശ്വസ്തരായി തീർന്നത് കൊണ്ടാണ് നമുക്ക് മനുഷ്യരുടെ മുമ്പിലും വിശ്വസ്തരായിരിക്കാൻ കഴിയാത്തത്. അപ്പോൾ ആ വിശ്വസ്തത അത് ദൈവം മുമ്പാകെ തന്നെ നാം ശരിയായ നിലയിൽ പാലിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവവചനത്തോട് നാം വിശ്വസ്തത പാലിക്കണം. അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓർക്കാനായിട്ടുണ്ട്. ഇതെല്ലാം ആത്മാ നിറവിൽ നാം ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം നമ്മിൽ ഉണ്ടാകുമ്പോൾ വരുന്നതായ കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കാലത്ത് വിശ്വസ്തന്മാർ കുറഞ്ഞു പോവുകയാണ്, അല്ലേ? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു. നോക്കുക, എഫേസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ അറിയാം, മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയേക്കുന്നത് ഈ പൗലോസ് ആർക്ക് എഴുതുന്നറിയാമോ? എഫേസ്യോസിലുള്ള വിശുദ്ധന്മാരും വിശ്വസ്തരായ വിശുദ്ധന്മാരെന്നാണ്. നമുക്കൊന്ന് നോക്കാം, എന്തായാലും പറഞ്ഞു തരാം. Paul, an apostle of Jesus Christ by the will of God, to the saints who are at Ephesus and who are faithful in Christ Jesus. വിശ്വാസികളുമായവർക്ക് എഴുതുന്നവരെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും അതിൻ്റെ വാസ്തവത്തിൽ ശരിയായിട്ടുള്ള അർത്ഥം വിശ്വസ്തരായ വിശ്വാസികൾക്കാണ് എഴുതുന്നത്. അപ്പോൾ വിശ്വസ്തരായി നാം പാർക്കണം. ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇടപാടുകളിൽ നാം വാസ്തവത്തിൽ വിശ്വസ്തരാണോ എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയാകട്ടെ. പിന്നീട് നാം കാണുന്നത് സൗമ്യത. വിശ്വസ്തത കഴിഞ്ഞ് സൗമ്യത. എൻ്റെ എല്ലാ ഇടപാടുകളിലും, സംസാരത്തിലും, പെരുമാറ്റത്തിലും ഞാൻ സൗമ്യതയോടുകൂടെയാണോ ഇടപെടുന്നത് എന്ന് നാം ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുള്ളൂ, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. അത് നമ്മൾ ആരാധനയ്ക്കൊക്കെ പറയും. ദൈവത്തിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ സൗമ്യതയെക്കുറിച്ച് പറയും. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. നമുക്ക് സൗമ്യത പഠിക്കാനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആശ്രയിക്കുകയും അവൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ ആ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കി തീർക്കുവാൻ കഴിയും. ഞാനിതെല്ലാം പറയുന്നതുകൊണ്ട് ഞാനിതെല്ലാം തികഞ്ഞവനാണെന്നല്ല കേട്ടോ. എനിക്ക് ഇതിലെല്ലാം അനേക കാര്യങ്ങൾ എനിക്ക് പോരായ്മയുള്ളവനാണ്, അതെനിക്കറിയാം. അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഒടുവിലത്തെ ആത്മാവിൻ്റെ ഫലത്തിൽ ഒടുവിലത്തെ ഇൻഗ്രീഡിയൻസ് പലപ്പോഴും നമുക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നൊരു കാര്യം, അല്ലേ? സെൽഫ് കൺട്രോൾ. അല്ലേ? പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. ഈ ഇന്ദ്രിയ ജയം നാം മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്, അല്ലേ? നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്, അല്ലേ? ഹൗ മെനി സെൻസ് വി ഹാവ് ചിൽഡ്രൻ? സെൻസസ് അറിയില്ല? 5. ഏതൊക്കെയാ പറഞ്ഞേ?
പറ. Sense organs, you don't have sense organs? You don't have? Yeah. What are they? പിന്നെ സ്കിൻ. അപ്പൊ ഇത് നമ്മുടെ ഔട്ടർ ബോഡിയിലുള്ളതാ അല്ലേ? പക്ഷെ ഇതാ നമ്മുടെ ഉള്ളിലോട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്ക് ഫീൽ ചെയ്യുന്ന എവിടെയാ? ഉള്ളിൽ അല്ലേ? ഇപ്പോൾ ഒരാൾ നമ്മളെ ടച്ച് ചെയ്തത് നമ്മളെ ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇവിടെയാ അല്ലേ? പറയും. അതുപോലെ നാം കണ്ണുകൊണ്ട് കാണുന്നു, അത് നേരെ എവിടേക്ക് പോകുന്നു? നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു. നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നു. ഇതിനൊരു നിയന്ത്രണം വേണം. വി ഹാവ് ടു കൺട്രോൾ അവർ സെൻസസ്. അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. നിറവിൽ ജീവിക്കുന്ന, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ കാണേണ്ടതേ കാണാൻ പാടുള്ളൂ, കേൾക്കേണ്ടതേ കേൾക്കാൻ പാടുള്ളൂ, വായു കൊണ്ട് അവൻ തിന്നേണ്ടതേ തിന്നാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ഏതെല്ലാം ഉണ്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കിനി കൂട്ടിച്ചേർക്കാം അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരാൾ കൺട്രോൾ ചെയ്യും. നമ്മളൊക്കെ ഈ നെറ്റ് നോക്കുന്നവരാ അല്ലേ? നമ്മൾ ഈ ഇൻ്റർനെറ്റ് അങ്ങ് ഓൺ ചെയ്യും, ഒരു യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ അതിൻ്റെ താഴെ എന്ത് കാണും? വേറെ വേണ്ടാത്തതും ഒക്കെ എല്ലാം കാണും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. ഒരു കോമഡി ആണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു കോമഡി കേട്ടാൽ എനിക്ക് കോമഡി ഇഷ്ടമാണ്, അപ്പം ഞാൻ കോമഡി ക്ലിക്ക് ചെയ്യും. പക്ഷെ വാസ്തവത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണിനെയും കാതുകളെയും ഞാൻ നിയന്ത്രിക്കുന്നവനാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഉടനെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും, അയ്യോ ഞാൻ ഒരു ദൈവാത്മാ നിറവിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ലേ, എനിക്കത് പാടില്ലല്ലോ, ക്ലോസ് ചെയ്യണം. പ്രയോജനമുള്ളത് കേൾക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നാം ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണുകൾ, നാം കാണുന്നതായ TV ചാനലുകൾ, അതുപോലെ നാം കേൾക്കുന്നതായ ഗാനങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ. പിന്നെ ഇവിടെ ടേസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ അപൂർവമാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം വളരെ കരുതി കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ ആ ഇന്ദ്രിയ ജയമുള്ളവരായിട്ട് നമുക്ക് തീരാനായിട്ട് ഇടയായി തീരട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുവാനും അയവിറക്കുവാനും ഇടയായാൽ നമുക്ക് ആത്മീയമായ പക്വതയിലുള്ള ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയും. അതുകൊണ്ട് ആത്മീയ പക്വതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ നവരസങ്ങളുള്ളതായ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക? ദൈവം ഇങ്ങനെ കർശനമായിട്ടൊക്കെ നിയമം തന്നേക്കാണ്, ഇങ്ങനെ സ്ട്രിക്റ്റ് പിടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി അല്ലേ? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധ്യമായി തീരും. അല്ലെങ്കിൽ ഇതൊന്നും ദൈവവചനത്തിൽ പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് സഹായിയായ 3 ഘടകങ്ങളുണ്ട്. ഓക്കെ, വി ഹാവ് 3 supporting factors that we can come to or we can become the maturity believer. ഒരു മെച്യൂർഡ് ക്രിസ്ത്യൻ ആയിട്ട് നമുക്ക് എത്തണമെങ്കിൽ വി ഹാവ് 3 സപ്പോർട്ട്സ്. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, നാം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, എങ്കിലും ഞാനൊന്ന് ആവർത്തിച്ച് ജസ്റ്റ് സൂചിപ്പിച്ച് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. ജോൺസ് ചാപ്റ്റർ 14 വേഴ്സ് 26. പെട്ടെന്ന് വായിച്ചാട്ടെ. ഓ അതല്ലല്ലോ, 14-26. ജോൺ ഓക്കെ. അപ്പോൾ ഒന്നാമത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാരാണ്? പരിശുദ്ധാത്മാ. നമ്മുടെ സ്വയം ശക്തിയാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം സാധ്യമല്ല. വി കനോട്ട് ഗ്രോ സ്പിരിച്വലി, വി കനോട്ട് come to the spiritual maturity because we have Holy Spirit in us. We can do that. അതാണ് നമ്മൾ ഓർത്തത് അല്ലേ? സോ
ഇവിടെ നാം വായിച്ചത് ദ ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് ഓൾ തിങ്സ് ആൻഡ് ഹി വിൽ റിമൈൻഡ് അസ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ നിറവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ we will be joyful, we will be thankful, we will be humble. ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. When we are filled with Holy Spirit, we will be joyful, thankful and humble. നമ്മൾ മറ്റുള്ളവരാളോട് പറയേണ്ട ആവശ്യമില്ല, അയ്യോ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളാണ്. പറയണോ? ചിലർ പറയല്ലേ ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണെന്ന്? അങ്ങനെ പറയണോ? നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാണ് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നിറവുള്ള ആളാണ്. അതുപോലെ ഞാൻ ആത്മീയമായി മെച്യൂരിറ്റിയിൽ എത്തിയെന്ന് ഒരാൾ പറയേണ്ട ആവശ്യമില്ല. ഒരാളെ കാണുമ്പോൾ അറിയാം ആ ആൾക്ക് എത്രത്തോളം മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? മെച്യൂരിറ്റി ഇല്ലാത്ത ആളെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? മെച്യൂരിറ്റി ഉള്ള ആളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എ സ്പിരിച്വൽ മാൻ വിൽ നോട്ട് നോ ഓർ സേ വെദർ ഹീ ഈസ് എ സ്പിരിച്വൽ മാൻ. ഹി വിൽ നോ ഹൗ സ്മോൾ ഹീ ഈസ്. ആ ഒരു ആത്മീയനായ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ എത്രത്തോളം ചെറിയവനാണെന്നുള്ള ബോധമായിരിക്കും എപ്പോഴും അവനെ ഭരിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു പെരുമാറ്റമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു നിഗളഭാവം തന്നിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ സഹായിക്കാനായിട്ട്, നമ്മെ പഠിപ്പിക്കാനായിട്ട്, നമ്മെ ഓർമ്മപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. നാം ആ ഭാഗം ഇപ്പോൾ വായിക്കുന്നില്ല, ജസ്റ്റ് റെഫറൻസ് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ട് ദൈവവചനമാണ്. അത് നമ്മൾ നേരത്തെയും ചിന്തിച്ചതാണെങ്കിലും ഒന്നുകൂടി പ്രായോഗികമായ നിലയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിതൗട്ട് ബൈബിൾ യു കനോട്ട് ഗ്രോ. ആൻഡ് ഇഫ് യു ഡു നോട്ട് റീഡ് എവറി ഡേ you cannot grow or you cannot be coming to the maturity level. അപ്പം ബൈബിൾ വായിക്കാത്ത ഒരുവൻ ആത്മീയമായി വളരാനും കഴിയുകയില്ല, ആത്മീയമായി മച്യൂരിറ്റിയിലേക്ക് എത്താനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി, ഞാൻ എത്രത്തോളം ബൈബിൾ വായിക്കുന്നുണ്ട്, അതിന് നമുക്ക് എത്രത്തോളം ആനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർക്കുകയുണ്ടായി, പ്രിയ സഹോദരൻ ജെയിംസ് എം തോമസ് പറഞ്ഞപ്പോൾ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്ക് അതിനുള്ളതായിരിക്കുന്ന ഒരു ത്വര, ഒരു ആഗ്രഹം, നമുക്ക് വളരെ തിരക്കുള്ളവരാണ്. എന്നാൽ ദൈവവചനം കേൾക്കുവാനുള്ളതായിരിക്കുന്ന ഒരു വാഞ്ച ഉണ്ടാകണം, ദൈവവചനം വായിക്കുവാനുള്ള വാഞ്ച ഉണ്ടാകണം. ഇപ്പം നമ്മുടെ മൊബൈലിൽ ഏതെല്ലാം തരത്തിലുള്ള ഓഡിയോ ബൈബിളുണ്ട്, വീഡിയോ ബൈബിളുണ്ട്, പിക്ചേർഡ് ബൈബിൾ, എന്ത് വേണമെങ്കിലും നമുക്ക്, അല്ലേ? നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സഹോദരൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു 119 സങ്കീർത്തനം വായിക്കണമെന്ന്. ഞാൻ 3 ദിവസം തിരക്കായിരുന്നു, എനിക്ക് വായിക്കാൻ നേരം കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? എൻ്റെ ഓഡിയോ ബൈബിൾ ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ഞാൻ അവിടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3 പ്രാവശ്യം അത് കേട്ടു. ഞാൻ അതിനോട് ചേർന്ന് എനിക്ക് പറയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നാം പ്രായോഗികത്തിൽ വരുത്തണം. നമുക്ക് ദൈവത്തിൻ്റെ വചനം ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഒരാൾ ഇന്നലെ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും 3 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും ഇന്ന് അവൻ ദൈവവചനം വായിച്ചില്ലെങ്കിൽ അവന് ആത്മീയമായി വളരാനോ പക്വതയിലേക്ക് എത്തുവാനോ കഴിയുകയില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ദൈവവചനം ചുമക്കുക, ദൈവവചനം എന്ത് ചെയ്യുക? വായിക്കുക, ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുക, ദൈവവചനം കേൾക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി നമുക്ക് ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അനേകർക്കും ഇല്ലാത്തൊരു കുഴപ്പമാണ്. നമ്മൾ എല്ലാ യോഗങ്ങൾക്കും വരും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? എല്ലാ പ്രസംഗവും കേൾക്കും. അടുത്ത ആഴ്ച ചോദിച്ചാൽ ആ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം എന്തായിരുന്നു? ആർക്കെങ്കിലും അറിയൂ? 2 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ അറിയത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇന്നു മുതൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു നോട്ട്ബുക്ക് നിങ്ങൾ പതിവായി നിങ്ങൾ മീറ്റിങ്ങിന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ? എന്തായാലും നിങ്ങൾ എഴുതുന്ന നോട്ട് ബുക്കാണല്ലോ. നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് എഴുതുക. ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങളൊന്ന് വായിക്കും.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ, നോട്ട് എഴുതുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വചന പഠനത്തിൽ നമ്മളെ കൂടുതലായിട്ട് സഹായിക്കും. നാം കേട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാനായിട്ടിടയായി തീരും. വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ എടുത്തു വെച്ച് പരിശോധിക്കാനായിട്ട് കഴിയും. ഞാൻ തന്നെ എഴുതിയതായ എൻ്റെ പഠനത്തിൻ്റെ നോട്ടുകൾ ഞാൻ ചിലപ്പോഴൊക്കെ എടുത്ത് നോക്കാറുണ്ട്. ഞാൻ നേരത്തെ BBA-യിലായിട്ട് 2007 മുമ്പ് BBA-യിലായിരുന്ന സന്ദർഭത്തിൽ ഞാൻ അന്ന് എഴുതിയ നോട്ടുകളൊക്കെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി. അപ്പം ഞാൻ അത്ഭുതം കൂറിപ്പോയി. എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ കൃപ ലഭിച്ചത്? അന്ന് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ നാം പഠിക്കും തോറും നമുക്ക് ദൈവം പുതിയ പുതിയ കാര്യങ്ങളെ തരികയും അത് നാം കുറിച്ചു വെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായോഗികമായ തലത്തിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ we will be a joyful Christian, we will be a thankful Christian, and we will be a humble Christian. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? we will be a murmuring Christian or a complaining Christian or a gossiping Christian. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പരാതിയും പടക്കമായിട്ട് നമ്മൾ നടക്കും. നമ്മളിതിൽ ആനന്ദം കണ്ടെത്തണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിരിക്കുന്ന വളർച്ചയുണ്ടാകും, മെച്യൂരിറ്റി ഉണ്ടാകും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ലെറ്റ് ദ വേർഡ് ഡ്വെൽ ഇൻ യു റിച്ച്ലി. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ആഴമായി പതിയട്ടെ. നാം ബൈബിൾ ക്വിസിനൊക്കെ പഠിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായ തലത്തിൽ ഏതെങ്കിലും ഒരു വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് നമ്മളിൽ അത് ശരിയായ നിലയിൽ പ്രവർത്തനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നാൽ അതാണ് അതിൻ്റെ നന്മ, അതാണ് ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് ഹൗ ഐ സ്റ്റഡീഡ് ദ വേർഡ് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ചോദിക്കട്ടെ. മുമ്പൊക്കെ ഞാൻ ക്യാമ്പിന് പോയപ്പോഴാണെന്ന് തോന്നുന്നു, ഈ ടോയ്ലറ്റ് ഉണ്ട്, നമ്മുടെ കോമൺ ടോയ്ലറ്റ്സ്. അപ്പോൾ അവിടെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കുന്നു, ഇന്ന് നീ വേദപുസ്തകം വായിച്ചുവോ പ്രാർത്ഥിച്ചുവോ. രാവിലെ ടോയ്ലറ്റിൽ ചെല്ലുമ്പോൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, നീ വേദപുസ്തകം വായിച്ചുവോ പ്രാർത്ഥിച്ചുവോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് കണ്ടത്. പക്ഷെ ഇന്ന് എൻ്റെ മനസ്സിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും, ഇന്ന് നീ വേദപുസ്തകം വായിച്ചുവോ പ്രാർത്ഥിച്ചുവോ. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ, അല്ലേ? സത്യം പറയല്ലേ, ഞാൻ എത്രയോ ദിവസങ്ങൾ വേദപുസ്തകം വായിക്കാതിരുന്നിട്ടുണ്ട്, എനിക്കറിയാം. എന്നാൽ എത്രയോ മണിക്കൂറുകളിരുന്ന് വായിച്ചിട്ടുണ്ട്, അതും എനിക്കറിയാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയം ലഭിക്കുമ്പോൾ ദൈവവചനം നമുക്ക് എത്രത്തോളം വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും കഴിയുന്നുവോ അത് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് ആ മെച്യൂരിറ്റിയിലേക്ക് നടത്തുവാൻ അതൊരു സപ്പോർട്ടായി തീരുകയാണ്. 3-ാമത്തെ ഘടകം എന്ന് പറയുന്നത് ദൈവസഭയാണ്. അപ്പോൾ ഒന്ന് നാം ചിന്തിച്ചു, എന്താണ്? പരിശുദ്ധാത്മാവ്. 2, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ ദൈവസഭ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? നമുക്കിവിടെ കൂടി വരാനായിട്ട് ദൈവസഭയുണ്ട്. നമുക്ക് ആരാധിക്കാൻ, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുവാൻ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പാടിയാൽ എത്രത്തോളം നമ്മൾ പാടി സന്തോഷിക്കും. എന്നാൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന പാടുമ്പോൾ എന്തൊരു സന്തോഷം, അല്ലേ? അപ്പോൾ ആ ഒരു മാധുര്യം, അതിൻ്റെ കൂട്ടായ്മ നാം അനുഭവിച്ചറിയണം. അപ്പോൾ അങ്ങനെ നമുക്ക് സഭയായി നിൽക്കണം. എ ബിലീവർ കനോട്ട് കം ഇൻ ടു മെച്യൂരിറ്റി വിത്തൗട്ട് എ ചർച്ച്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ വീട്ടിലിരുന്ന് ആരാധിച്ചു കൊള്ളാം, ഞാൻ TV-യിൽ കൂടെ ആരാധിച്ചു കൊള്ളാം, ഓൺലൈനിൽ ഞാൻ ആരാധിച്ചു കൊള്ളാം. അതൊക്കെ നടക്കട്ടെ. പക്ഷേ സഭ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതും വചനം പഠിക്കുക എന്ന് പറയുന്നതും കൂട്ടായ്മ അനുഭവിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ദൈവവചനത്തിലെ അനിഷേധ്യമായ കൽപ്പനയാണ്, ദൈവവചനത്തിലെ പ്രമാണമാണ്, പുതിയ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവ സഭയിൽ എന്ത് ചെയ്യണം? കൂടി വരണം. നമുക്കൊരു വാക്യം വായിക്കാം. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് വാക്യം വായിക്കാതെ നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. Ephesians chapter 4 verse 11 and 12. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും
നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. മതി മതി മതി. ഇവിടെ നാം കണ്ടത് അവിടെ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാര്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപദേഷ്ടാക്കന്മാരാണോ? സുവിശേഷകന്മാർ. ഇത് ഓർഡറൊക്കെ തിരിച്ച് പറയല്ലേ? സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോ ഇങ്ങനെയുള്ള ആളുകളെ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്ത് ചെയ്യാനാ? നമ്മെ എഡിഫൈ ചെയ്യാനാണ്, നമ്മളെ ബിൽഡപ്പ് ചെയ്യാനാണ്, നമ്മെ വളർത്താനാണ്, നമ്മെ ഒരുമിച്ച് നിർത്താനാണ്, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? സോ എഡിഫൈയിങ് ദ ബോഡി, ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി ആൻഡ് പെർഫെക്റ്റിംഗ് ഓഫ് സെയിൻസ്. അപ്പോൾ ദൈവസഭയിൽ കൂടി വരുന്ന വിശുദ്ധന്മാരെ ആത്മീയമായി ശക്തന്മാരാക്കുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരെ നിലനിർത്തുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളതായ ഓഫീസ് ബെയറേഴ്സ് ആണ് ഇവരൊക്കെ. ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകുന്നത്? നമുക്ക് ദൈവസന്നിധിയിൽ ആത്മീയമായി വളരുവാനും പക്വത പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അന്യോന്യം എന്ത് ചെയ്യുന്നു? വി ആർ കംഫോർട്ടിങ് വൺ അനദർ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 18, അതുപോലെ എഫേസ്യ ലേഖനം 4-ന്റെ 14, 15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കംഫോർട്ട് വൺ അനദർ, സപ്പോർട്ട് വൺ അനദർ, എൻകറേജ് വൺ അനദർ, ബിൽഡപ്പ് വൺ അനദർ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സാധിക്കുന്നത് എവിടെയാണ്? നാം സഭയായി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ്. അങ്ങനെ നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായി വളരുവാനും ആത്മീയമായ പക്വതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും എന്നുള്ളതായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സഭയിൽ നിന്ന് എനിക്ക് എന്താ ഗുണം? എന്നെ ചത്ത കുഴിച്ചിടും, എൻ്റെ കല്യാണം നടത്തിത്തരും, ഇതാണോ? ആണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? അതാരാ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആരാ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓരോരുത്തരൊക്കെ ഈ സമുദായത്തിൽ നിന്നും മറ്റൊക്കെ വിശ്വാസത്തിൽ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ ചത്ത ആരെ കുഴിച്ചിടും, നിങ്ങളുടെ പിള്ളേരെ ആര് കെട്ടി, ഇല്ലേ? ആര് കെട്ടും? ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതാരാ പറയുന്നത്? വിശ്വാസികളാണോ അവിശ്വാസികളാണോ? അവിശ്വാസികൾ. നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ സഭയിൽ കൂടുന്നത്. സഭയിൽ കൂടുന്നതുകൊണ്ട് അതൊക്കെ നടക്കും. പക്ഷേ നമ്മൾ സഭയിൽ കൂടുന്നത് എന്തിനാ? നാം വായിച്ചതുപോലെ നമുക്ക് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായി, സഭയുടെ ആത്മീക വർധനവിനായി, സഭയാകുന്ന ശരീരത്തിൻ്റെ ആത്മീക വർധനവിനായി. അപ്പം നമ്മെ ദൈവം സഭയിലാക്കിയിരിക്കുന്നത് അന്യോന്യം കംഫോർട്ട് ചെയ്ത്, അന്യോന്യം സപ്പോർട്ട് ചെയ്ത്, അന്യോന്യം പ്രബോധിപ്പിച്ച്, അന്യോന്യം സഹായിച്ച് നാം ആത്മീയമായി ബലം പ്രാപിച്ച് വളരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വളരുമ്പോൾ നാം ആത്മീയമായ പക്വതയുടെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഇടയായിത്തീരും. ഒത്തിരി കാര്യങ്ങൾ ഇനി പറയാനുണ്ട്, ഞാനത് ചെയ്യാൻ എനിക്കറിഞ്ഞൂടെ. ഇനി വളർച്ചയുടെ 3 മേഖലകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാം ആദ്യം വായിച്ചത്, ക്ലാസ് തുടങ്ങിയ സമയത്ത് വായിച്ച വാക്യമുണ്ടല്ലോ, എന്താണ്? 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, എന്താണ്? കൃപയിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ആ വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചത്. അപ്പോൾ നമ്മുടെ ആത്മീയമായ ആ വളർച്ചയിൽ, ആത്മീയമായ പക്വതയിലേക്ക് എത്തുന്നതിന് നമുക്ക് 3 മേഖലകളാണ്. ഒന്ന്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നാം ഒന്ന് അറിവിൽ വളരുക. അറിവിൽ വളരുക. എന്തിൻ്റെ അറിവിലാണ് വളരേണ്ടത്? എന്തിൻ്റെ അറിവിലാണ് വരണ്ടേ? നമ്മൾ നേരത്തെ ചിന്തിച്ചത് അതൊക്കെ തന്നെ. ദൈവ വചനത്തിൻ്റെ അറിവിൽ വളരുക. പത്രോസും പൗലോസും ഒക്കെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഈ ശിശുക്കളുടെ പാല് മാത്രം കുടിച്ചാൽ പോരാ, കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ദൈവവചനം കൂടുതലായി പഠിക്കും തോറും, നാം ദൈവവചനത്തിൻ്റെ മുമ്പാകെ സമയം ചെലവഴിക്കും തോറും നമുക്ക് ആത്മീയമായി വളരുക മാത്രമല്ല, ആ വളർച്ചയുടെ ഫലമായ ആത്മീയമായ പക്വതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. പല കാര്യങ്ങളും നാം അറിയുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ആരാധന എന്താണെന്ന് അറിയണം. ഓക്കെ, ബൈബിൾ ക്ലാസ്സുകൾ അതൊക്കെ എന്താണെന്ന് അറിയണം. ബൈബിൾ ക്ലാസ്സുകളിൽ ബൈബിൾ പ്രസംഗമല്ല, ബൈബിൾ ക്ലാസ്സായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ചോദ്യം പറഞ്ഞത്. അതുപോലെ പ്രാർത്ഥനാ യോഗങ്ങൾ
ഇതെന്താണെന്ന് അറിയണം. നമ്മളെല്ലാവരും ഇപ്പം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണെന്ന് വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ പരിപാടി കഴിയും ഇല്ലേ? നമ്മുടെ യോഗത്തിൻ്റെ പേരെന്താ? പ്രാർത്ഥനാ യോഗം. നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥനാ യോഗത്തിന് കൂടിയാൽ അരമണിക്കൂർ വർത്തമാനം പറയും, പാട്ട് പാടും, പിന്നെ അരമണിക്കൂറാണ് ബാക്കിയുള്ളത്. അതിൽ കുറച്ച് പേര് ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, 10-20 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കും 2 പേര്. ബാക്കി സമയം നമ്മൾ വെറുതെ കളയും അല്ലേ? എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നമ്മൾ അങ്ങനെ ഗ്രൂപ്പ് പ്രാർത്ഥന ചെയ്യുമ്പോൾ സമയം പാലിച്ച് ഇപ്പോൾ 8 മണി മുതൽ 9 മണി വരെയാണ് നമ്മുടെ പ്രാർത്ഥന എങ്കിൽ നമ്മളെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കെല്ലാം അറിയാം. നമ്മുടെ അസംബ്ലി പുതിയ വിഷയങ്ങൾ പറയുക, അതിനുശേഷം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു 2 സഹോദരൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു സഹോദരൻ കുറച്ച് വിഷയങ്ങൾ വിട്ടുപോയി, എന്ത് ചെയ്യുക? അടുത്തയാൾ പ്രാർത്ഥിക്കുക. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. പിന്നെ ഇടയ്ക്ക് വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഏരിയ വൈസ് പ്രാർത്ഥിക്കണം. ഏരിയ വൈസ് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ഏരിയയിലും ഓരോരോ വീടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഓർക്കാൻ കഴിയും. ഓരോ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മുടെ ഓർമ്മ വരും. അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. അവരെവിടെ പഠിക്കുന്നു എന്നുള്ള ഓർമ്മ വരും ഇല്ലേ? അതുപോലെ നമ്മുടെ രാജ്യങ്ങളെക്കുറിച്ച്, ദേശങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടെങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഓർമ്മയിലുള്ള ദൈവദാസന്മാരെക്കുറിച്ച്, പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച്, ഫീൽഡുകളെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരും. അത് അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്, കൃപയിലും കർത്താവായ എന്താ പറഞ്ഞത്? ഗ്രോ ഇൻ ദ നോളജ് അല്ലേ? ഗ്രോ ഇൻ ദ നോളജ് എന്ന് പറയുന്നത് അതാണ്. ദൈവവചനത്തിൻ്റെ അറിവുണ്ട്, കൂടാതെ പൊതുവായ ആത്മീയമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ അറിവുണ്ടാകണം. നമുക്ക് എത്ര സുവിശേഷന്മാരെ അറിയാം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര സുവിശേഷന്മാരെ പരിചയമുണ്ട്? അവരെത്ര മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? എവിടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? പോട്ടെ, നമ്മുടെ പ്രധാന മേഖല മാത്രം എടുത്താൽ മതി അല്ലേ? ഇത് നമ്മൾ പരിചയിക്കണം. എങ്കിൽ മാത്രമേ, ഞാൻ ഈ പറയുന്നത് എന്തിനാ? ആത്മീയമായ പക്വതയിലേക്ക് എത്തുന്നതിനുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആത്മീയ പക്വതയുടെ ഒരു പ്രകടഭാവമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ പരിപാടി എന്താ? പാട്ടാണ് അല്ലേ? ഇവിടെയും പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമും പാട്ടായിരുന്നു, നല്ല കാര്യം. പക്ഷേ ഈ പാട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പാട്ടിൻ്റെ അർത്ഥമോ പാട്ടിൻ്റെ ഞാൻ എന്താ പറയുക എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ ഒരു തെറ്റ് മനസ്സിലാക്കാനായിട്ടിടയായി. ഈ അടവി തരിക്കളിനിടയിൽ നിന്നുള്ള പാട്ട് നമ്മളിപ്പോൾ പാടിയല്ലോ അല്ലേ? അതിൽ പനിനീർ പുഷ്പം ഷാരോനിൽ അവൻ എന്നുള്ള പാട്ട് ആരോ എഴുതി, പണ്ട് കാലത്ത് എഴുതി, അത് പാടിക്കൊണ്ടിരിക്കുക. നമുക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. പാടുമ്പോൾ വളരെ മനസ്സിന് ആശ്വാസം. പക്ഷേ അതിൽ ഉപദേശപെശകുണ്ട്. അതിൽ ഉത്തമഗീത 1-2 അധ്യായങ്ങൾ വായിച്ചു നോക്കും. ആ ലൈനിലൊരു ഉപദേശപെശകുണ്ട്. ഞാൻ പിന്നൊരു അവസരത്തിൽ പിന്നെ പറയാം. ഇപ്പോൾ അടുത്തിടയ്ക്ക് എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. നമുക്കതിൻ്റെ ബാക്കി വരികളൊക്കെ പാടാം. അതുപോലെ നമ്മൾ പാടുന്ന അനേക പാട്ടുകൾ നമ്മളെ ബ്രദറൻ ഉപദേശകന്മാരല്ലാത്ത, ഉപദേശത്തിലുള്ളവരല്ലാത്തവർ പലതും എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഉപദേശ പെശകിലുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ആരാധനയ്ക്ക് പാടുന്ന പാട്ട് എന്താണെന്ന് പറയണം. ചില ആളുകൾ ആരാധനയുടെ ക്ലൈമാക്സിൽ അങ്ങ് എത്തി, അതായത് കർത്തൃമേശയ്ക്ക് തുടങ്ങാൻ നേരത്താണ് ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറയുക, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒരു പരിജ്ഞാനത്തോടു കൂടെ ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. കർത്തൃമേശയോട് അടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാട്ടാണ് പാടേണ്ടത്? കർത്താവിൻ്റെ ക്രൂശുമരണത്തോട് ബന്ധപ്പെട്ട കാര്യമേ പാടാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഉചിതം. നമുക്ക് പഴയ നിയമത്തിൽ പറയാറുണ്ട്, യാഗവേദിയിൽ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? അന്യാഗ്നി. എന്തേ അന്യാഗ്നി കത്തിക്കാന്ന് പറഞ്ഞു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയിട്ടാണ് കത്തേണ്ടത് അല്ലേ? അല്ലെങ്കിൽ ആ യാഗപീഠത്തിൽ നിന്ന് നേരത്തെ വെച്ചിട്ടുള്ള ആ തീയാണ് കൊടുക്കേണ്ടത് അല്ലേ? അതിന് പകരം വേറെ തീ കൊണ്ടിട്ടാലോ യാഗം ഫോളോ ഇല്ലേ? നമ്മൾ എത്ര നല്ല ആരാധന കഴിച്ചാലും അവസാനം കൊണ്ടുപോയി ഈ കലമടയ്ക്കുന്ന പരിപാടി ശരിയല്ല. അത് നമ്മളൊക്കെ പരിജ്ഞാനത്തോടു കൂടെ ചെയ്യണം. നമ്മൾ എടുക്കുന്ന പാട്ടുകൾ, നാം പാടുന്ന പാട്ടുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യും. ചില പാട്ടിനകത്ത് ചില വരികൾ നമുക്ക് ആരാധനയ്ക്ക് പാടാൻ കൊള്ളാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പാട്ട് തുടങ്ങുമ്പം പറയണം ആ ലൈൻ പാടണ്ട എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല പറ്റും. 5-ാമത്തെ ലൈൻ നമുക്ക് പാടണം. അതിനകത്ത് പ്രാർത്ഥനാ ഗീതമാണ് അല്ലേ? പാപിയിൽ കനിയും ഭാവന ദേവ മായയാമുലകിൻ, അത് നമ്മളവിടെ പാടേണ്ട ആവശ്യമുണ്ട്. എന്നൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ നമുക്ക് അനേക കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയും. അതാണ് നമ്മുടെ അറിവ് എന്ന് പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അജ്ഞത നമുക്ക് കൊണ്ടെത്തി. കൃപയിൽ വളരുക, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്.
ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 പറഞ്ഞിരിക്കുന്നതായ ആ കൃപയുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുക എന്നുള്ളതാണ് അതിൽ അർത്ഥമാക്കുന്നത്. നമ്മുടെ കർത്താവ് ഹി ഗ്രൂ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ദ ലോർഡ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും ജ്ഞാനത്തിലും മുതിർന്നു വന്നു എന്നാണ്. എന്താണ്? യേശുക്രിസ്തു ഒരു സമൂഹ ജീവിയായിട്ട് തൻ്റെ ശാരീരികമായ വളർച്ചയിൽ, മാനസികമായ വളർച്ചയിൽ, ആത്മീയമായ വളർച്ചയിൽ ശരിയായ ഒരു സന്തുലിതമായ ആനുപാതികമായ ഒരു വളർച്ച തനിക്കുണ്ടായിരുന്നു. സമൂഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. താൻ ആത്മീകമായി മാത്രമല്ല വളർന്നത്, ശാരീരികമായി വളർന്നു. അതുപോലെ തന്നെ അവൻ്റെ മാനസികമായ വളർച്ചയും പുരോഗതിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയമായ വളർച്ചയിൽ നാം ആത്മീയമായ മൂല്യങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ നാം സ്വീകരിക്കുന്നുവോ അതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിൽ ഒരു പക്വതയിലേക്ക് നാം എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരണം. പിന്നെ നാം കാണുന്നത് പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. ലൂക്കോസ് 2:52 നാം വായിക്കുന്നത്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നാണ്. ആ അറിവ് ശരിയായ, നമുക്കുള്ളതായ അറിവ് ശരിയായ അവസ്ഥയിൽ നാം പ്രാവർത്തികമാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളതായ ജ്ഞാനം എന്ന് പറയുന്നത്. അതിനാണ് വിവേകം എന്ന് പറയുന്നത്, അല്ലേ? ആ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അറിവ് നീതിയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി നാം പ്രയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നു. മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പാകെ നമുക്കൊരു സാക്ഷ്യമുണ്ടാകുന്നു. നാം ചെയ്യുന്നതായ, നാം അറിയുന്നതായ കാര്യങ്ങൾ നീതിയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാക്കുമ്പോൾ അത് ശരിക്കൊരു വിവേചനമാണ്, അല്ലെങ്കിൽ വിവേകമുള്ള ഒരു പ്രവൃത്തിയായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് കൂടുതൽ അറിവുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജ്ഞാനമുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ ആ ജ്ഞാനം മൂഢമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയാം, വിദ്യാസമ്പന്നരായ ആളുകൾ, അവർക്ക് വലിയ അറിവാണ്, പക്ഷെ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ദോഷമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ നോളജുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോളജുള്ള ആളുകൾ, അവരെന്ത് ചെയ്യുക? അതുകൊണ്ട് എന്ത് ചെയ്യുക? മിസ്യൂസ് ചെയ്യുക, ഹാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ അറിവ് എന്ത് ചെയ്യുന്നില്ല? അവർക്ക് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ തിന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് ശരിയായ ഒരു രീതിയല്ല. അപ്പോൾ നമുക്കുണ്ടാകുന്നതായ ആ പരിജ്ഞാനം മൂഢമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തിന്മയായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ പരിജ്ഞാനം, അല്ലെങ്കിൽ നമുക്കുള്ളതായ ഈ ജ്ഞാനം, അറിവ്, ഇതൊക്കെ നാം താഴ്മയോടും വളരെ കൃപയോടും കൂടെ നാം പ്രയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രീതി ഉണ്ടാകും. മാത്രമല്ല, ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. നാം പുതുതായി പരിചയപ്പെടുന്നവരോട് നമ്മുടെ സമീപനം അങ്ങനെയാണ്. നമ്മുടെ സഭയിൽ വരുന്ന ആളുകളോടുള്ളതായ നമ്മുടെ സമീപനം, ഇടപാടുകൾ എങ്ങനെയാണ്? അതൊക്കെ നമ്മുടെ പ്രായോഗികമായ തലത്തിൽ നാം എത്രത്തോളം ആത്മീയമായ മച്ചുരുറ്റിയിൽ എത്തി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ അറിവ് ഒത്തിരി ഉള്ളതുകൊണ്ട് കാര്യമില്ല, എന്നാൽ അതിനോടുകൂടി എന്തു വേണം? കൃപ വേണം. കൃപയില്ലാത്ത അറിവ് എന്താണെന്നറിയാമോ? ആളുകളെ അഹങ്കാരികളാക്കി തീർക്കും. നമുക്കറിയാം, ഭയങ്കര അറിവുള്ള ആൾക്കാർ, അവർക്ക് അവരുടെ തലക്കനമാണ്, അല്ലേ? അവർ ആളുകളോടൊന്നും അത്ര വലിയ കാര്യമായിട്ട് സംസാരിക്കത്തില്ല. അവർ നെഞ്ചു വിരിച്ചിങ്ങനെ നിൽക്കും, അല്ലേ? വലിയ അറിവാണ്, അവരാണ് വലിയ പുള്ളികളെന്നാണ് അവരുടെ വിചാരം. അറിവുള്ളവരാണ്, പക്ഷേ അവർക്ക് ആ കൃപയില്ല. കൃപയില്ലാത്തതുകൊണ്ട് ആ അറിവോടുകൂടെ മറ്റുള്ളവരോട് അറിവ് കൃപയിൽ വ്യാപരിച്ച് അത് മറ്റുള്ളവരോട് ഇടപെടുവാൻ അവർക്ക് കഴിയാതെ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ തല വലിയതും ഹൃദയം ചെറുതും ആണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ തല വലുതാണ്, പക്ഷെ അവരുടെ ഹൃദയം ചെറുതാണ്. അങ്ങനെ ആയിരിക്കാനായിട്ട് പാടില്ല. നാം ദൈവാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ആ നിലയിലൊരു അനുഭവമല്ല വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നാം ഒരു 3 മിനിറ്റ് ഉണ്ട്. ആ മിനിറ്റ് കൊണ്ട് ഞാൻ കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. എന്നാൽ അതിൽ 1-2 വാക്യങ്ങൾ മാത്രം, ആദ്യത്തെ വാക്യം മാത്രം വായിച്ചാട്ടെ. 1 Corinthians chapter 3 verse 1 to 9. സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ഗണികന്മാരോട് എന്ന പോലെ, ശിശുക്കളായവരോട് എന്ന പോലെ സംസാരിക്കാൻ കഴിയുള്ളൂ.
ഭക്ഷണമല്ല പാനത്തിന് ഞാൻ നിങ്ങൾക്ക് തന്നത്. നശിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലാതിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ എന്നാണ് പൗലോസ് കൊരിന്ത്യയിലെ സഭയിലോട് പറയുന്നത്. അതിൻ്റെ ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയല്ലോ. അപ്പോൾ എന്താ വ്യത്യാസം? വലിയ വ്യത്യാസമുണ്ടോ? ദൈവമക്കളാണ്, സഭയാണ്, പക്ഷെ അവർ പറയുക നിങ്ങൾ ഇന്നും ജഡീകന്മാരാണ്. ഞാൻ ഭക്ഷണമല്ല പാലത്ര നിങ്ങൾക്ക് തന്നു. ഇന്നും നിങ്ങൾക്ക് കട്ടിയായുള്ള കാര്യങ്ങൾ ഭക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ താഴെ വായിക്കുന്നുണ്ട്. അത് അവരുടെ ആത്മീകമായ ഇമ്മെച്യൂരിറ്റിയാണ്, അപക്വതയാണ്. എന്തൊക്കെയാണത്? ഞാൻ പെട്ടെന്ന് പറയാം. അവർ കുട്ടികളെ പോലെയാണ് പെരുമാറിയത്. ഇന്നും നിങ്ങൾ ശിശുക്കളെ പോലെയല്ലോ. എന്താ കുട്ടികളുടെ കുഴപ്പം? ടീച്ചറെ അവളെന്നെ തോണ്ടി, അല്ലേ? അവൻ എൻ്റെ പെൻസിലെടുത്തു. നിസ്സാര കാര്യങ്ങൾ മതി അവരങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കൂടാൻ. പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? അവരണങ്ങുകയും ചെയ്യും. ഇതായിരുന്നു അവിടുത്തെ ആളുകളുടെ കുഴപ്പം. എന്താ പറയുന്നത്? നിങ്ങൾ ശിശുക്കളെ പോലെ. അവർക്ക് കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല അവരുടെ പെരുമാറ്റം ശിശുക്കളെ പോലെയാണ്. രണ്ടാമത്, അവരുടെ അറിവിൽ വളർന്നില്ല. വചനത്തിലുള്ള ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് അവർ കഴിയുന്നില്ല. പിന്നെ അവർ ഇന്നും ജഡീകന്മാരല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ പോഷണം എന്ന് പറയുന്ന ആത്മാവിനെ അല്ല, പിന്നെ ജഡത്തെയാണ്, മോഹങ്ങളെയാണ്. ജഡീകമായ ഇച്ഛകൾ ചെയ്യുവാൻ, ജഡീകമായ പ്രവൃത്തികൾ ചെയ്യുവാൻ അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആത്മാവിൽ അവർ സമർപ്പിക്കുന്നില്ല. പിന്നെ അവരെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഭയങ്കര ഗിഫ്റ്റാണ്. എന്താ? വരങ്ങളാണ്, അല്ലേ? എല്ലാ വരവും ഉണ്ട്, അല്ലേ? കൊരിന്ത്യ സഭയ്ക്കകത്ത് എല്ലാ വരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്തില്ലായിരുന്നു? വിവരമില്ലായിരുന്നു എന്ന് ഏതോദേശി പറഞ്ഞ പോലെ വരങ്ങളെക്കുറിച്ച് അവരങ്ങ് ബോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ അത് ചെയ്യുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു, ഞങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആത്മീയമായ ഇമ്മെച്യൂരിറ്റിയാണ്, അപക്വതയുടെ തെളിവാണ്. പിന്നെ വേറൊരു കാര്യമാണ് തമ്മിൽ പിണക്കം. പൗലോസ് ഈ ലേഖനം കൊടുത്തുവിടാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ ക്ലോവയുടെ ആളുകളാൽ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ലേഖനം തന്നത്. അപ്പോൾ അവിടെ സഭയാണ് സംഗതി. എന്താണ് ആത്മീയ അപക്വതയുടെ കാരണം അവിടെ കാണുന്നത്? അവർ തമ്മിൽ ഭിന്നതയാണ്, പിണക്കമാണ്. പിണക്കങ്ങളും വഴക്കുകളും. പിന്നെ ഗ്രൂപ്പിസവും പാർട്ടി സ്പിരിറ്റും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് അസൂയയുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർ അവരെ പോലെ ആത്മീയ വരങ്ങൾ പ്രകടിപ്പിക്കാത്തവരായതുകൊണ്ട് അവരെ ആത്മീയ വരങ്ങൾ ഇല്ലാത്ത ആളുകളെ പുച്ഛിക്കുന്നവരായിരുന്നു. ഇതൊക്കെ താഴോട്ടുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ വളരെ അക്ഷമരായിരുന്നു, ഇംപേഷ്യൻ്റ് ആയിരുന്നു. അവർക്ക് ഒന്നും അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആവുക എന്ന ഒരു സ്വഭാവം പോലെയായിരുന്നു അവരുടെ ഇടപാടുകൾ. പിന്നെ അവരുടെ മധ്യത്തിൽ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ട് കൊണ്ടിരുന്ന ആളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അധാർമികത, ദൈവവചനം നിഷേധിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നവർ അവിടുത്തെ സഭയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. ഏറ്റവും ഒടുവിൽ പൗലോസ് പറയുന്നത് അവിടെ സഭ സ്ഥാപിച്ച പൗലോസിനോടോ അത് സഭ സ്ഥാപിച്ചിട്ട് അതിനുശേഷം 1.5 വർഷക്കാലം അവിടെ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് കൊരിന്തിലെത്തി സുവിശേഷം അറിയിച്ചാണ് ആ സഭ ഉണ്ടാകുന്നത്. അവിടെ 1.5 വർഷം താമസിച്ച് പ്രവർത്തിച്ചു. പൗലോസ് എല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അടുത്ത ആൾ വന്നു. ആരാ? മിഷണറി അപ്പൊല്ലോസ് വന്നു. ആണല്ലേ? അപ്പൊല്ലോസ് വന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ദൈവവചനത്തിൽ അവരെ ഉറപ്പിച്ചു. ഇവരങ്ങ് ഗിഫ്റ്റെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ആത്മീയമായ അപകടത്തിലേക്ക് അവരെത്തുകയും ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം അവരുടെ ഇടയിൽ ഉണ്ടാകുകയും ഒടുവിൽ എന്ത് ചെയ്തു? ഈ സഭ സ്ഥാപിച്ചവരെയും ഇവരെ നടത്തിക്കൊണ്ടുവന്നവരെ അവർ മറന്നുപോയി. എന്നിട്ട് പൗലോസിനെ കുറിച്ച് 9-ാം അധ്യായത്തിലൊക്കെ എഴുതിയേക്കുകയാണ്. എന്താ പൗലോസ് പറയുന്നുണ്ട്? പൗലോസ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ ആരുടെയും ചില്ലിക്കാശ് കണ്ടിട്ടല്ല, ഞാൻ എൻ്റെ അധ്വാനത്താലാണ് ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തത് എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ സമർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായ അപക്വതയുടെ ചില ലക്ഷണങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീയ പക്വതയുടെ അളവുകോല് എന്ന് പറയുന്നത് സ്നേഹമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അത് നാം കാണുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ആളുകളെ സ്വാഗതം ചെയ്യുവാനും സ്നേഹിക്കുവാനും കരുതുവാനും വാസ്തവത്തിൽ കഴിയുന്നതാണ് യഥാർത്ഥമായ പക്വത. എൻ്റെ ക്ലാസ്സിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഇനി അടുത്തത്
സാധിച്ചാൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസരത്തിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇന്ന് ചിന്തിച്ചതായ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, സമയം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ എന്നെ എത്രത്തോളം ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.